ഹായ് ഗൈസ്. സോ നമ്മളിതുവരെ അറേസും ഒബ്ജക്ട്സും അതിൽ നിന്ന് അറേസിൻ്റെ അല്ലെങ്കിൽ ഒബ്ജക്ട്സിൻ്റെ ഡാറ്റയൊക്കെ എങ്ങനെ എടുക്കാം എന്നുള്ളതൊക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ ബേസിക്കലി ഇത് ബേസ് ചെയ്തുള്ള പ്രോഗ്രസ് ചെക്കാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. നമ്മൾ ടോപ്പിക്ക് കഴിഞ്ഞാൽ പ്രോഗ്രസ് ചെക്ക് ചെയ്യും, ലൈക്ക് ആ ടോപ്പിക്കിൻ്റെ നിങ്ങൾ തറയായോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. സോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളത് ആൻസർ ചെയ്ത് നോക്കുക. അത് കറക്റ്റായി മാത്രം ഫോർവേഡ് ചെയ്യുക, അടുത്ത ടോപ്പിക്ക് ഫോർവേഡ് ചെയ്യുക. ഇല്ലെങ്കിൽ അത് തറവാക്കിയിട്ട് വേണം നിങ്ങൾ അടുത്ത ടോപ്പിക്ക് ഗോ ത്രൂ ചെയ്യാനായിട്ട്. സോ ഫസ്റ്റത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസാണ്. ഈ ടാസ്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 നമ്പർ ഉണ്ട്, 8ഉം 2 എന്ന് പറഞ്ഞിട്ട്. ഈ 2 നമ്പർ ഒരു അറയിലേക്ക് നിങ്ങൾ പുഷ് ചെയ്യണം. ഓക്കെ, എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു അറ ഉണ്ട്, അതിലേക്ക് പുഷ് ചെയ്യണം. ആ അറ നിങ്ങളൊരു പുതിയ അറ ഉണ്ടാക്കരുത്, ഓവർ റൈറ്റിങ് ചെയ്യാൻ പാടില്ല. ആ അറേനെ ബേസിക്കലി ഓവർ റൈറ്റ് ചെയ്യരുത്. ഇൻസ്റ്റഡ് അതിൻ്റെ എന്താ വെച്ചാൽ നിങ്ങൾ എക്സിസ്റ്റിംഗ് അറയിൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യാം, വാല്യൂസ് എങ്ങനെ ആഡ് ചെയ്യാം നമ്മൾ മുൻപ് ഗോ ത്രൂ ചെയ്തിട്ടുണ്ട് വീഡിയോസിൽ. സോ അത് യൂസ് ചെയ്തിട്ട് നിങ്ങളത് ആഡ് ചെയ്യുക. സോ ഇതാണ് എൻ്റെ നമ്പർ അറ, എക്സിസ്റ്റിംഗ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അറ ഉണ്ട്. ഈ അറയിൽ എനിക്ക് 8, 2 നിങ്ങൾ ആഡ് ചെയ്യണം. അത് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിങ്ങൾ ആഡ് ചെയ്താലും മതി. ഓക്കെ, സോ നിങ്ങൾ ആഡ് ചെയ്യുക, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. ആൻസർ ഞാനിപ്പോൾ തന്നെ കാണിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ ആഡ് ചെയ്തെന്ന് ഇരിക്കുന്നു. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ആൻസർ, ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. സിമ്പിളാണ്. നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഡോട്ട് പുഷ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഗോ ത്രൂ ചെയ്തിരുന്നു. നമുക്കൊരു വാല്യൂസൊക്കെ ഒരു അറയിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോട്ട് പുഷ് യൂസ് ചെയ്താൽ മതി, അപ്പോൾ അതിലേക്ക് വരും. ഓക്കെ, സിമ്പിളാണ്. നിങ്ങൾക്കത് മനസ്സിലായി, നിങ്ങൾ വർക്കൗട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഈ ടാസ്കിൽ നിങ്ങൾ പുതിയ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ആ ഒബ്ജക്റ്റിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യണം. അത് 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ 3 പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യണം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ടൈറ്റിലാണ്. അത് സ്ട്രിങ് ആയിരിക്കണം. ആ ടൈറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം, ജാവാസ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഈ ടൈറ്റിൽ കൊടുക്കണം. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഒബ്ജക്റ്റിൻ്റെ ഡ്യൂറേഷനാണ്. ആ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു നമ്പർ ആയിരിക്കും. ഒരു എക്സാമ്പിൾ 30 നിങ്ങൾ കൊടുക്കുക, 30 കൊടുത്താലും മതി പ്രോപ്പർട്ടിയുടെ വാല്യൂ. ആ നമ്പറായിട്ട് കൊടുക്കുക, സ്ട്രിങ് ആയിട്ട് കൊടുക്കരുത്, നമ്പറായിട്ട് കൊടുക്കുക. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഡ്യൂറേഷൻ. മൂന്നാമത്തെ പ്രോപ്പർട്ടി ലെവൽസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു അറയാണ്. ബേസിക്കലി അറയിൽ 2 എലമെൻറ്റ് ഉണ്ടാവും, ബിഗിനർ ഉണ്ടാവും, അഡ്വാൻസ് ഉണ്ടാവും. സോ നിങ്ങൾ ഈ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ക്രിയേറ്റ് ഇറ്റ്. ആൻഡ് നിങ്ങൾ ഉറപ്പ് വരുത്താൻ നമ്മൾ മുമ്പ് പറഞ്ഞ ഈ 3 പ്രോപ്പർട്ടി ടൈറ്റിൽ, ഡ്യൂറേഷൻ, ലെവൽസ് എല്ലാം ഒബ്ജക്റ്റിലുണ്ടെന്ന് വെറുതെ ലൈക്ക് ഇങ്ങനെ കൊടുത്തു വയ്ക്കുക. ഈ 3 പ്രോപ്പർട്ടിയും ഒബ്ജക്റ്റിനുള്ളിൽ ഉണ്ടാവണം. ഓക്കെ, സോ നിങ്ങളിത് വർക്കൗട്ട് ചെയ്യുക. ലെറ്റ് കോസ്റ്റ് ഡാറ്റ എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈക്വൽ ടു, എന്നിട്ട് ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ടാസ്കിൽ പറഞ്ഞ പോലെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, 3 പ്രോപ്പർട്ടി കൊടുക്കുക, ടൈറ്റിൽ, ഡ്യൂറേഷൻ, ലെവൽസ്. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, ഞാനത് ആൻസർ ചെയ്തു എന്ന് വിചാരിക്കണം. നിങ്ങൾ സിമ്പിളാണ്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ലൈക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി, കോസ്റ്റ് ഡാറ്റ ഒരു ഒബ്ജക്റ്റാണ് ഇവിടെ. എന്നിട്ട് അതിലും ഫസ്റ്റത്തെ പ്രോപ്പർട്ടി ടൈറ്റിൽ സ്ട്രിങ് ആയിട്ട് നമ്മൾ കൊടുത്തു. ഡ്യൂറേഷൻ സെക്കൻഡ് പ്രോപ്പർട്ടി നമ്പറായിട്ട് കൊടുത്തു. മൂന്നാമത്തെ ലെവൽസ് ഞാൻ പറഞ്ഞു അറയാണ്. അറയിൽ 2 വാല്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞു, ബിഗിനർ, അഡ്വാൻസ്ഡ് ഉണ്ടാവും. സോ അത് കൊടുക്കും, നമ്മൾ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇനി അടുത്ത സെഷനിലേക്ക് പോവാം. കുറച്ച് ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. സോ വാട്ട്സ് ആൻ അറേ, ഈ 3 ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക, എന്നിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, ആൻസർ ചെയ്തൊന്നും വിചാരിക്കണോ. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. ഒബ്ജക്റ്റ് എന്താണ്, വാട്ട്സ് ആൻ ഒബ്ജക്റ്റ്? ഓപ്ഷൻസ് ഗോ ത്രൂ ചെയ്യുക, ആൻസർ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ വെച്ചാൽ ഹൗ ഡു യു എക്സ്ട്രാക്ട് എ സിംഗിൾ എലമെൻറ്റ് ഫ്രം ആൻ അറേ? അത് നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക, എങ്ങനെ അറയിൽ നിന്ന് എടുക്കുക എന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ 55 എന്നുള്ള നമ്പർ ഈ അറയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം? 3 ഓപ്ഷൻസ് ഉണ്ട്, താഴെ ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുക, ഇതിൽ ഏജ് എനിക്ക് എടുക്കണം. യൂസർ എന്നുള്ള ഒബ്ജക്റ്റാണ്, ഇതിൽ നിന്ന് എനിക്ക് ഏജ് എന്നുള്ള പ്രോപ്പർട്ടി എടുക്കണം. എങ്ങനെ എടുക്കാൻ പറ്റും? ഓക്കെ, ഇത് 3 ആൻസർ ചെയ്തു തന്നിരിക്കുന്നു. ഒന്നാമത്തെ സിമ്പിളാണ്, ഇതെല്ലാം സിമ്പിളാണ്. ബേസിക്കലി എന്താണ് അറേ എന്ന് പറഞ്ഞാൽ എ ലിസ്റ്റ് ഓഫ് ഡാറ്റ ഓഫ് എനി കൈൻഡ്. എന്ത് ഡാറ്റ ആവാം, ലിസ്റ്റാണ്, അതിൽ എന്ത് കൈൻഡ് ഓഫ് ഡാറ്റ ആവാം. സോ ഒന്നാമത്തെ ആൻസർ ബി ആണ്. രണ്ടാമത്തെ ഒബ്ജക്റ്റ് എന്താണെന്നുള്ളതാണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡാറ്റ സ്ട്രക്ചേർഡ് വിത്ത് കീ വാല്യൂ പെയർസ് ആണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ സി ആണ്. ഓക്കെ, മൂന്നാമത്തെ ഈ ഹൗ ഡു യു എക്സ്ട്രാക്ട് എ സിംഗിൾ എലമെൻറ്റ് ഫ്രം ആൻ അറേ, അത് സിമ്പിളാണ്. അറേയിൽ നിന്ന് എങ്ങനെ എടുക്കാമെന്ന് വെച്ചപ്പോൾ അറേ ബി ആണ് ഉത്തരം. അറേ ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കറസ്പോണ്ടിങ് ഇൻഡെക്സ് എഴുതാം. ഇനി ഇതിൽ 55 വാല്യൂ എടുക്കണം. എങ്ങനെയാണെന്ന് നമ്മൾ എടുക്കണമെന്ന് ചെക്ക് ചെയ്തിരുന്നു. സിമ്പിളാണ്. അറയിൽ 0 ഇൻഡെക്സാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ 1 അല്ല, അത് നിങ്ങൾ എപ്പോഴും ഓർക്കണം. അറയെല്ലാം 0 ബേസ്ഡ് ആണ്. സോ 0 ഇൻഡെക്സ് ബേസ്ഡ് ആണ്. സോ 0 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സോ ഫസ്റ്റ് വാല്യൂ വരുന്നത് സി ആണ് വരുന്നത്. ഓക്കെ, എന്നിട്ട് ലാസ്റ്റത്തെ പറഞ്ഞാൽ
എങ്ങനെ നമുക്ക് ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഏജ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. സോ ഡോട്ട് നൊട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഒബ്ജക്റ്റ് ഡോട്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വാല്യൂ കിട്ടുന്നത്. സോ സി ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്തെന്ന് ഇരിക്കുന്നു. കറസ്പോണ്ടിങ്ങിൽ ഇത് ആൻസർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ അടുത്ത സെഷനിൽ ഗോത്ര ചെയ്യാൻ പാടുള്ളൂ. ഇത് തറായിട്ട് വേണം അടുത്ത സെഷനിലും ഫോർവേഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങളെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാവും. അത് ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലേറ്റർ പ്രോജക്ട്സിലൊക്കെ. സോ ഇത് തറവാക്കി മാത്രം അടുത്ത സെഷനിലേക്ക് ഗോത്ര ചെയ്യാം. ഓക്കെ, ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ റാപ്പപ്പ് ചെയ്യണം. താങ്ക്സ് എ ലോട്ട്, ബൈ.